ഹലോ ഫ്രണ്ട്സ്, ശ്രീസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടൊരു ഹൽവയാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. Welcome to Shree's Corner. Please subscribe our channel and click the bell icon to get new video notifications. So let's see how to make this new recipe. അപ്പോൾ നമ്മുടെ ഹൽവ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണിതൊക്കെ. ഒരു കിണ്ണം നെയ്യ്, ഒരു കിണ്ണത്തിൽ റവ, 2 ചതച്ച ഏലക്ക, പിന്നെ ഗ്രേറ്റ് ചെയ്ത ബദാമും കശുവണ്ടിയും, ഒരു പാത്രത്തിൽ വെള്ളവും, ഒരു കിണ്ണത്തിൽ പഞ്ചസാരയും. ആദ്യമായിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ആ ബൗളിലുള്ള ഇതുണ്ടല്ലോ സൂചി, അതെടുത്ത് അല്ലെങ്കിൽ റവ അതെടുത്ത് ഇത് നെയ്യുടെ മേളിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിപ്പോൾ ഇത് മുഴുക്ക ഞാൻ ഉണ്ടാവുന്നതും ഇതിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്ക് കാണാം. ശരിക്കതൊരു ബ്രൗണിഷ് ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കും. ശരിക്കിപ്പോൾ പഞ്ചസാരയും നമ്മടിച്ച് വെച്ച ഏലക്കാപ്പൊടിയും പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ടുള്ള ടൈമായിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നല്ല ബ്രൗൺ ആവും. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ സൈഡിൽ കൂടി. പിന്നെ നമ്മൾ വെള്ളവും അങ്ങോട്ട് നിറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ശരിക്കും ബ്രൗണിഷ് കളറായി. ഇത് ബ്ലാക്ക് അല്ല, ബ്രൗണിഷ് കളറാണ്. നല്ല ബ്രൗൺ. ഇതിപ്പോൾ അങ്ങ് മാറും. ഈ വെള്ളത്തിൽ കിടന്ന് ശരിക്കും ഈ വെള്ളത്തിലും നെയ്യിലും കിടന്ന് അത് ശരിക്കും പെരുകി അത് നല്ല സ്വാദുള്ളതായി മാറും. അപ്പോൾ ഇത് ശരിക്കും ഈ കളറൊക്കെ മാറും. ഇപ്പം ഞാൻ അടച്ചിട്ടിട്ട് അത് കാണിച്ചു തരാം. നോക്കിക്കോളൂ, നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. ഇരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കളർ വേറെ നിറമായി നല്ല സ്വാദുള്ള കണ്ടോ, ഇപ്പോൾ തന്നെ കുറേ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മേളിൽ കൂടെ ഇടാനുള്ള പിസ്ത കട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിടയ്ക്ക് ഇതൊന്ന് നോക്കിയാൽ മതി.
അപ്പോൾ കണ്ടോ, അത് വെള്ള നിറമായി ശരിക്കും അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് അതിൻ്റെ ആ മധുരമൊക്കെ ഒന്ന് എല്ലായിടത്തും പാകത്തിന് കിട്ടാൻ ഒരു നുള്ളു ഉപ്പിട്ട് ഒന്നുകൂടി കറക്കി ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ അങ്ങ് തണുത്ത് നന്നായിട്ട് സെറ്റായിക്കോളും. അപ്പോൾ നമ്മുടെ ഹൽവ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്നും വളരെ സ്വാദോടു കൂടിയും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്വീറ്റ് ഡിഷാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. Wow, it's so delicious. I'll try with the puris. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പൂരിയുടെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. പ്ലീസ് ട്രൈ ഇറ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.